സ്ത്രീകളോട് നന്മ ഉപദേശിക്കണം. പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളെ പടക്കപ്പെട്ടത് വാരിയല്ലിൽ നിന്നാണ്. വാരിയല്ലിൽ ഏറ്റവും വളഞ്ഞ എല്ലിൽ നിന്നാ പടക്കപ്പെട്ടത്. ആ സ്ത്രീകൾക്ക് വല്ല മനോവിഷമവും വരുമ്പോ അത് കത്തിക്കാതെ നിങ്ങളത് ആ വിഷമം മാറ്റാൻ നിങ്ങൾ തുനിയണം. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രതിസന്ധി വരുമ്പോ, രോഗഗ്രസ്തരായവർ കടിയുമ്പോ വിഷമം നീക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നന്മ നിറഞ്ഞ വാക്ക് പറയണം. ഒരിക്കലും കറവീഴുന്നൊരു വാക്ക് പറയരുത്. അള്ളാഹു തന്ന അമാനത്താണ്, അതിന് കേടുപാട് സംഭവിച്ചുകൂടാ. നമ്മളെ സ്വഭാവക്കേട് കൊണ്ട് മോശമായി കൂടാ. നമ്മുടെ സ്വഭാവം പോരാത്തവരാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാര് ചിന്തിക്കുകയാണ്, പടച്ചോനെ എത്ര കാലം ഞാൻ ഇതിന്റെ കൂടെ ക്ഷമിച്ച് സഹിച്ചെങ്ങനെ കഴിയണം. എന്നും വീട്ടിലേക്ക് വരും, വിഴുപ്പലക്കുന്ന വാക്കുകൾ മാത്രം പറയും, കേറിക്കടന്നിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അങ്ങനെ രാവിലെ അങ്ങ് പോകും. പിന്നെ ഉച്ചക്കെങ്ങാനും വന്നാൽ ഭീതിയാണ്, എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്നുള്ള പേടിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു കുരച്ച് ചാട്ടമാണ്. രണ്ടാമത്തെ ഒന്ന് പറയാൻ കഴിയൂല. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് 10 കൊല്ലം പറയണം ഒരാവശ്യം സാധിച്ചു കിട്ടണമെങ്കിൽ. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്ക്, ഭാര്യമാരെ ആക്ഷേപിക്കുന്നവരുണ്ട്. അവർ ചില്ലറ ഭക്ഷണം കഴിച്ചു കൂടുന്നവരാണ്. മറ്റുള്ളവരോ പുറത്തു പോയിട്ട് ആവശ്യമുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിക്കും. പുതിയ ബോർഡിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ടോ ആ ബോർഡിന്റെ കീഴിലുള്ളതൊക്കെ കഴിക്കും. മദ്ഹൂത്തിയും മദ്ഫൂനിയും അല്ലാത്ത ഫൂനും ഒക്കെ കഴിക്കും. എന്നിട്ട് എപ്പോഴും ഈ പെണ്ണിനോട് പറയാൻ എനിക്ക് ഒരു ആരോഗ്യമില്ലല്ലോ, ഒരു കൂവത്തില്ലല്ലോ, എന്താ നീ ഇങ്ങനെ കഴിക്കുന്ന കുറച്ചും ഇങ്ങോട്ടും കൊണ്ടുകൊടുത്തു. അപ്പൊ ഒരു ദിവസം ഭാര്യ പറയാണ്, എന്നാ നമുക്ക് ഇന്ന് നാട്ടിറച്ചി ആയാലോ? കാട്ടിറച്ചി എത്ര വില എന്ന് പറയാൻ? അവിടെ അത് പറയരുത്, ഒരിക്കലും അത് പറയരുത്, ഇത് ചീപ്പാ. ഈ സംഗതി നിങ്ങളെ കയ്യിലില്ലെങ്കിലും അപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കണം. അലി റളിയല്ലാഹുവിന്റെ വലീമത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ തന്റെ പടയങ്കി യഹൂദിന്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അലി റളിയല്ലാഹുവിന്റെ കാശ് വാങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ മഹതിയായ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹുവിനക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹ സദ്യ ഒരുക്കുന്നത്. കുറവായിക്കൂടാ, ഇത് കുറഞ്ഞുകൂടാ. ഒന്നും എന്റെ അടുത്തില്ലെങ്കിൽ സംഗതി ഒക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ. അപ്പൊ എന്നുമില്ല, എന്നോ ഒരു ദിവസം പറഞ്ഞാണ്, എന്നും ഇപ്പൊ ഈ ബീഫ് കൂട്ടി ഇങ്ങനെ തിന്നൊന്ന് മട്ടൻ ആയിക്കോട്ടെ, മട്ടന് കഴിഞ്ഞ ആഴ്ച 100 രൂപയും കൂടി കൂടിയിട്ടുണ്ട്, 600 ആയി, അതുകൊണ്ട് എന്നോട് അത് പറയണ്ടെന്ന് പറയരുത്. എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സഹകരിച്ച് അൽഹംദുലില്ലാഹ് ഒരു സന്തോഷിക്കാം. ആ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ടുള്ള